എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹാനാമത്തിൽ ജോയിസ് ടി വിയിലൂടെയുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് ബീഹാറിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ബീഹാർ എന്ന് കേൾക്കുമ്പോൾ ദൈവമക്കളാകുന്ന ആളുകൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിൻ്റെ ഊഷര മരുഭൂമി പോലെ, അഥവാ ഒരു ശ്മശാന ഭൂമി പോലെ, സുവിശേഷത്തിൻ്റെ ഒരു ശ്മശാന ഭൂമി ആയിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്നൊക്കെ ആ ദേശത്തെ വിടുവിക്കുവാനിടയായി തീർന്നു. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നാം കാണുന്നു ഒരു അസ്ഥിത്താഴ്വര. അതുപോലെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു അസ്ഥിത്താഴ്വരയായിരുന്നു ബീഹാർ കുറേ വർഷങ്ങൾക്ക് മുന്നമേ. എന്നാൽ അനേക കർത്താവിൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവിടെ ജീവൻ പിടിക്കുവാൻ, ആത്മീക ജീവൻ ഉളവാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. എങ്ങനെ ആത്മീക ജീവൻ ഉളവായെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങൾ ഈ സാക്ഷ്യമാതിയോടന്തം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരും, ഒരാത്മീക വർധനവിന് കാരണമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അതിനൊക്കെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസി നമ്മുടെ ചാനലിൽ കടന്നു വന്നല്ലോ. ഞങ്ങൾ അതിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിയുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറഞ്ഞാട്ട്. എൻ്റെ പേര് ബിജി ജേക്കബ്. എൻ്റെ ഭർത്താവ് ജേക്കബ് ഐനിക്കൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് ദാനമായി 2 കുഞ്ഞുങ്ങളെ നൽകി. മൂത്ത മോള് ഗ്രേസ് ജേക്കബ്, അവള് റേഡിയോളജിയുടെ പഠിത്തം കഴിഞ്ഞു. രണ്ടാമത്തെ മോള് പ്രേസി ജേക്കബ്, അവള് ബികോം 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കേ. കർത്താവ് കുടുംബമായി സഹായിക്കട്ടെ. ഇനിയും കർത്താവ് ദേശത്ത് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഒരുപാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. പുതിയൊരു വർഷക്കാലം കർത്താവ് ഞങ്ങൾക്ക് തന്നല്ലോ. അതിൻ്റെ ചില ദിവസങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി. നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ മഹാസാന്നിധ്യം ഞങ്ങൾ അറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. പ്രിയ കർത്താവിൻ്റെ ദാസ്യ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ദാസിയുടെ വായോടും നാവോടും പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് വലിയൊരു വിടുതലായി മാറുവാൻ കർത്താവ് സഹായിച്ചാട്ട് ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി, ഇനിയുള്ള സമയം ഞാൻ ദൈവദാസിക്ക് നൽകി തരികയാണ്. ദൈവദാസിക്ക് ദൈവദാസിയുടെ ജീവിതത്തിന് അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിജി ജേക്കബ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഈ സിസ്റ്ററോടും അതുപോലെ ജോയ്സ് സി എന്ന് പറയുന്ന TV പ്രോഗ്രാമിലേക്ക് എന്നെ സാക്ഷ്യത്തിന് വേണ്ടി വിളിച്ച പ്രിയ ദാസിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഒരിക്കൽ കൂടെ പറയുന്നു, ബിജി ജേക്കബ്. ഞാൻ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ ഭവനം, എൻ്റെ മാതാവ്, പിതാവ്, ഞങ്ങൾ 3 മക്കളായിരുന്നു. മൂത്തത് ഒരു സഹോദരന്, പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികള്. ഞങ്ങൾ മർത്തോമ സഭയിൽ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിയുവാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അവസരം തന്നു. അത് എന്നിൽ കൂടെ എൻ്റെ മാതാപിതാക്കളെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. എനിക്ക് ഏകദേശം 7 വയസ്സ് പ്രായമുള്ള സമയത്ത് എനിക്ക് ഒരു പനി വരുവാനായിട്ട് ഇടയായി. ഇത് എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യമാണ്, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞുള്ള അറിവാണ്. അങ്ങനെ പനി വന്ന് എനിക്ക് ശരിക്കും പനി വിട്ടുമാറാത്ത പനിയായിരുന്നു. അങ്ങനെ ഞങ്ങള് മർത്തോമ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. കുറച്ചു ദിവസം അവിടെ കിടന്നു. അവിടെ ഡോക്ടർമാർ പല മരുന്നുകളൊക്കെ തന്നു. എങ്കിലും പനി എനിക്ക് പൂർണ്ണമായി വിട്ടുമാറുവാൻ ഇടയായില്ല. അതിനോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിൽ തന്നെ എൻ്റെ നഖമെല്ലാം പൊഴിഞ്ഞു പോകാനിടയായി. അങ്ങനെ എൻ്റെ ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ, കയ്യ്, കാല്, എങ്ങനെ മുട്ടിൽ നിന്നൊക്കെ തൊലികൾ ഇളകിപ്പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല. എൻ്റെ തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകാനായിട്ടിടയായി. അങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഡോക്ടർമാർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ ഇനിയും ഞങ്ങളുടെ ആശുപത്രിയിൽ ഈ കൊച്ചിന് കൊടുക്കാൻ മരുന്നൊന്നും
പറ്റില്ല, അതുകൊണ്ട് തന്നെ പിതാവിനോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അധിക നാളൊന്നും ഈ കൊച്ചു ജീവിക്കില്ല എന്ന് പറഞ്ഞ് എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് എന്നെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. അങ്ങനെ ഭവനത്തിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. എന്റെ ശരീരമെല്ലാം വളരെയധികം ക്ഷീണിച്ച് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തില്. ആ സമയത്ത് ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെയും ഇങ്ങനെ ആ സമയങ്ങളിൽ സുവിശേഷം പറയുവാനായിട്ട് ദേവദാസന്മാർ കടന്നു വരുമായിരുന്നു. അങ്ങനെ എന്റെ ഭവനത്തിലും ദേവദാസന്മാർ കടന്നു വന്ന് ഇങ്ങനെ ഒരു കൊച്ചു വയ്യാതെ കിടക്കുന്നു എന്ന് ആരോ പറഞ്ഞ് അങ്ങനെ കടന്നു വന്ന് അവര് എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം പൂർണ്ണമായി ഈ കുഞ്ഞിനെ വിടുവിക്കുമെന്ന് പറയുവാനിടയായി. അങ്ങനെ എന്റെ മാതാവിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു അവർ മർത്തോമയിൽ പോകുന്നത്. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ വിശ്വാസത്തിലേക്ക് സഹോദരിമാർ അത് പെട്ടെന്ന് വരികയില്ല. കാരണം അവർക്ക് ആഭരണങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു ഇത് കാരണം അവര് പെട്ടെന്ന് ബെന്തിക്കോസുകാരുടെ ആ ഒരു പ്രാർത്ഥനയിലേക്ക് താല്പര്യം കാണിക്കുകയില്ല. എന്റെ മാതാവും എതിർപ്പായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ദേവദാസന്മാരുടെ മുന്നില് എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ മാതാപിതാക്കൾ സമർപ്പിച്ചതിന് ശേഷം ആ ദേവദാസന്മാർ പ്രാർത്ഥിച്ച് ദൈവം എന്നെ പൂർണ്ണമായി എനിക്ക് സൗഖ്യം നൽകി. അങ്ങനെ എന്റെ മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക്, ഞങ്ങൾ കുടുംബമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ എന്റെ ഭവനത്തിൽ എന്റെ അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ ഏകദേശം ഉറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഭവനത്തിൽ വീണ്ടും ഒരു പ്രശ്നമുണ്ടായി. എന്റെ സഹോദരന്, ഞങ്ങളുടെ മൂത്ത സഹോദരനാണ്, അദ്ദേഹത്തിന് ഒരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി പോവുമായിരുന്നു. ഈ ഷട്ടറിന്റെ ഒക്കെ ജോലിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോയപ്പോൾ അവിടെ ഈ ഗ്രില്ല് ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. ഷട്ടറും കമ്പികളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ എങ്ങനെയോ അദ്ദേഹത്തിന്റെ സഹോദരന്റെ തലയിൽ കമ്പി വന്നടിച്ച് വീട്ടിലാരോടും പറഞ്ഞില്ല. അത് ലാസ്റ്റ് സമയമായപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ തലയിൽ ട്യൂമറിന്റെ അസുഖം കയറി പിടിച്ചിരുന്നു. തലവേദന വരുമ്പോൾ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് എന്തെങ്കിലും ഗുളിക മേടിച്ച് കഴിക്കും, എന്നാൽ വീട്ടിൽ ആരോടും പറയില്ലായിരുന്നു. അങ്ങനെ രോഗം അധികം കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇന്ന രോഗമാണ് എന്ന്. അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരത്ത് ചിത്ര ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളുടെ കുറച്ച് സ്ഥലമെല്ലാം വിറ്റ് എന്റെ പിതാവ് പൈസയെല്ലാം ഒരുക്കി 1.5 ലക്ഷം രൂപ അന്ന് വേണമായിരുന്നു. കൊണ്ടുപോയി ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യാൻ വേണ്ടി, അങ്ങനെ എല്ലാം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകാനായിട്ട് ഇരുന്നപ്പോ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്റെ സഹോദരന്റെ മുന്നിൽ വെച്ച് എന്റെ പിതാവിനോട് പറഞ്ഞു, മകനെ ഈ ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഒന്നുകിലും സംസാരിക്കുകയില്ല അല്ലെങ്കിൽ നടക്കുകയില്ല, എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ സഹോദരൻ പറഞ്ഞു, വേണ്ട, പിതാവിനോട് പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, ഞാൻ വീട്ടിൽ പോയി അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അതുവരെയും പുള്ളി വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കാരണം ഞങ്ങളോട് വളരെ എതിർപ്പായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാറിയിരുന്ന് കളിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്റെ പിതാവിനോട് എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ സഭയിലുള്ള ദേവദാസന്മാര്, പാസ്റ്റർമാര് കടന്നു വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയി. അങ്ങനെ ഒരു ദേവദാസൻ പറഞ്ഞു, 21 ദിവസം ഉപവാസിച്ച് പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വലിയ ആശയോടുകൂടെ 21 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി ഞങ്ങളുടെ ഭവനം ഒരുങ്ങി. അങ്ങനെ ഏകദേശം 7 ദിവസം ഉപവസിച്ചപ്പോൾ ഒരു ദേവദാസി തനിക്ക് ദൈവാത്മാവ് കാണിച്ചു, ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, ഈ പൈതലിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളിക്കുമെന്ന് ദേവദാസിക്ക് ദൈവം കാണിച്ചു കൊടുത്ത ആലോചന പറഞ്ഞു. അങ്ങനെ 7 ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. ഉപവാസ പ്രാർത്ഥന 21 ദിവസമായിരുന്നു. 7 ദിവസം പ്രാർത്ഥിച്ച് പ്രാർത്ഥന അവസാനിപ്പിച്ചു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയല്ല എന്റെ സഹോദരനെ ദൈവത്തെ ശക്തമായി അറിയുവാനും ദൈവസന്നിധിയിലേക്ക് തന്റെ ജീവനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്നാനപ്പെട്ട്, എന്റെ സഹോദരൻ സ്നാനപ്പെട്ട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെയും സഹോദരന് ദൈവം ഒരു അവസരം നൽകി. ഡോക്ടർ അന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, 3 മാസത്തെ സമയമാണ് എന്റെ സഹോദരന് ഡോക്ടർമാർ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ആ 3 മാസം തികഞ്ഞപ്പോൾ എന്റെ സഹോദരൻ ഞങ്ങളിൽ നിന്ന്
കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ദുഃഖമായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിലെ മാതാപിതാക്കൾക്കൊക്കെയും വളരെ ദുഃഖമായിരുന്നു, ഒരു ആശ്രയമായിരുന്നു. അവരുടെ മകൻ മരിച്ചു. അത് വളരെ തീരാ ഒരു ദുഃഖമായി തീർന്നു. എന്നാലും ഒരു പ്രത്യാശയുണ്ടായിരുന്നു. സഹോദരൻ ദൈവസന്നിധിയിലേക്ക് കടന്ന് ചേർക്കപ്പെട്ടല്ലോ എന്നൊരു സന്തോഷവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും വളരെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു. എന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു, ബന്ദിക്കൂസിൽ പോയത് കാരണം എന്റെ അപ്പനോട് പറഞ്ഞു, നിന്റെ മോൻ മരിക്കാൻ കാരണം നീ മർത്തോമ പള്ളി വിട്ട് ബന്ദിക്കൂസിൽ പോയത് കൊണ്ടാണ് എന്നൊക്കെയും പറഞ്ഞു. ഒത്തിരിയും ആളുകള് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു. അതുപോലെ നമ്മുടെ ബന്ധുക്കളുടെ കല്യാണങ്ങൾക്ക് പല പരിപാടികൾ ഞങ്ങളെ വിളിക്കില്ല. ഞങ്ങള് സഭ മാറിപ്പോയി എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയായിരുന്നു എന്റെ ചെറുപ്പ ജീവിതമെല്ലാം. അങ്ങനെ ഞങ്ങൾ പിന്നെ 2 പെൺകുട്ടികൾ മാത്രമായി. അങ്ങനെ എന്റെ 10ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കടന്നുപോയി. ആ ഭവനത്തിൽ ഞാൻ അറിയില്ല, ഒരു ദേവദാസൻ കടന്നു വന്ന് എന്റെ തലയിൽ കൈവച്ച് എന്നോട് പറഞ്ഞു, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വേർതിരിച്ചതാണ് എന്ന് പറയുവാനിടയായി. ഞാൻ അന്നേരം മാതാപിതാക്കൾ പറയും, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വേലയോടൊരു താല്പര്യമില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുക, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനെയായിരുന്നു. എന്നാൽ ആ ദേവദാസൻ 2-3 പ്രാവശ്യം എന്നോട് ആ ദൂത് തന്നെ എന്നോട് പറയുവാനിടയായി, ഞാൻ നിന്നെ കാണാത്തതും കേൾക്കാത്തതുമായ ദേശത്തേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാനത് ചിരിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് 31ന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു 93-ല്. കാത്തിരിപ്പ് യോഗത്തിന് അതുപോലെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ പലരും എഴുന്നേറ്റ് നിന്നു. എന്നാൽ ഞാൻ എഴുന്നേറ്റില്ല. ആ ദേവദാസൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, എന്നെ ദൈവം കാണിക്കുന്ന ആ പൈതൽ എഴുന്നേറ്റില്ല. 3 പ്രാവശ്യം ആ ദേവദാസൻ പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് എഴുന്നേൽക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് വേണ്ട, എഴുന്നേൽക്കണ്ട, നീയല്ല വേറെ ആരെയാണ്. അങ്ങനെ 3ാമത് ആ ദേവദാസൻ പറഞ്ഞു. പിന്നെയും പലരും എഴുന്നേറ്റ് നിന്നു. ഞാൻ 3ാമത്തെ പ്രാവശ്യവും ദേവദാസൻ പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാണ്ട് കുനിഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ആ ദേവദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ തന്നെയാണ് മകളെ എന്ന് പറയുവാനിടയായി. ഞാൻ ആ സമയത്ത് എന്റെ ഉള്ളിൽ വളരെ പേടി പോലെ, എന്തോ ഒരു ഭയം എന്റെ ശരീരം വിറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിച്ചു എങ്കിലും എനിക്ക് സുവിശേഷ വേലയോട് അത്ര അങ്ങോട്ട്, ഒരു പാസ്റ്ററുടെ ഭാര്യയായിട്ട് ഇരിക്കാൻ, ഞാൻ ചില സമയത്ത് എന്നിൽ തന്നെ ആ സമയത്ത് ഓർക്കും, ഞാനൊരു പാസ്റ്ററുടെ ഭാര്യയായിട്ട് ഇരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് എന്നിൽ? എനിക്കൊരു വിദ്യാഭ്യാസം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള, എനിക്കൊരു വിദ്യാഭ്യാസമോ ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം? അങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭാരം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും ചെയ്യുവാൻ ഞാനൊരു യോഗ്യത എനിക്കില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല എന്നൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ 3 വർഷം ക്ലാസ്, അങ്ങനെ ചില ചെറിയ കാര്യങ്ങൾ ചെയ്ത് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹത്തിന്റെ സമയമായി. ആ സമയത്ത് പ്രിയ എന്നെ വിവാഹം കഴിച്ച ദേവദാസനെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഒരു വാക്കേ ചോദിച്ചുള്ളൂ, ബീഹാറിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകാൻ താല്പര്യമുണ്ടോ എന്ന്. എന്നാൽ ബീഹാർ, ഞാനപ്പോ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ബീഹാർ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഒന്നും, ബീഹാറിനെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല. എന്താ വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തും ആരും ബീഹാറിനെ പറ്റി പറഞ്ഞ് ഞാൻ ഇതുവരെയും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ഉള്ളിൽ നിന്ന്, നീ സുവിശേഷ വേലയ്ക്ക് പോകാൻ നിനക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നീ എന്തിനാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇരുന്ന് ചിന്തിക്കുവാൻ തുടങ്ങി, ഞാൻ ശരിക്കും എന്തിനാണ്, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്ന് പറഞ്ഞ എന്താന്ന്, എങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ പറയിച്ച പോലെയാണ്. ശരിക്കും ഞാൻ അത് ചിന്തിച്ചുകൊണ്ടല്ല പറഞ്ഞത്. അങ്ങനെ ബീഹാറിലേക്ക്, അങ്ങനെ എന്റെ വിവാഹത്തിന്റെ സമയങ്ങളൊക്കെ ആയി. ആ സമയത്തൊക്കെയും ഞങ്ങളുടെ ഭവനത്തിൽ എന്റെ സഹോദരിയുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ആണെങ്കിലും വളരെ പ്രയാസങ്ങള്, അതുപോലെ സാമ്പത്തികമായിട്ടും എല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്റെ പിതാവ്
കൂലിപ്പണി ചെയ്ത് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വേറെ ഭവനത്തിൽ വേറെ ഒരു വരുമാനവുമില്ല. എന്റെ സഹോദരന് വേണ്ടി ഉള്ളതെല്ലാം എന്റെ മാതാപിതാക്കള് വിറ്റ് സ്ഥലം, അതുപോലെ ആടുകള്, പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം വിറ്റ് എന്റെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ഒത്തിരിയും അവര് വിറ്റ് കഴിഞ്ഞത് കാരണം ഒന്നും ബാലൻസ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. ഉള്ള ഒരു ചെറിയ സ്ഥലം വിറ്റ് സഹോദരിയുടെ വിവാഹം നടത്തി. പിന്നെ എന്റെ വിവാഹത്തിന്റെ സമയം വന്നപ്പോഴും അതുപോലെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. എന്റെ പിതാവ് വളരെ ദുഃഖിക്കുവാനൊക്കെ ഇടയായി. എന്ത് ചെയ്യും, എങ്ങനെ? എന്നാൽ എന്റെ വിവാഹത്തിന് വേണ്ടി കടന്നു വന്ന പ്രിയ ദേവദാസൻ ഞങ്ങളോടൊന്നും ചോദിച്ചില്ല, സാമ്പത്തികമായിട്ടൊന്നും ചോദിക്കുവാനിടയായില്ല. അങ്ങനെ അങ്ങനെ ഞാൻ എന്റെ വിവാഹം നടക്കുവാനിടയായി. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ 98 ഫെബ്രുവരി 25 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഫെബ്രുവരിയിൽ വിവാഹം കഴിഞ്ഞു. ഏപ്രിൽ മാസം ഞാൻ 26 ഞങ്ങൾ അവിടുന്ന് ബീഹാറിലേക്ക് കടന്നു വരുന്ന വെച്ചാൽ ഞാൻ ട്രെയിനിൽ ഞാൻ കയറിയില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ എന്റെ വിവാഹം വിളിക്കാൻ നിലമ്പൂരിൽ നിന്ന് ഞാൻ തിരുവല്ലയിലേക്ക് ഒരു പ്രാവശ്യം ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എന്നാൽ ബീഹാറിലേക്ക് എന്ന് പറയുമ്പോൾ ബീഹാറിലേക്ക് എത്ര ദിവസം വാഹനത്തിൽ ട്രെയിനിൽ ഇരിക്കണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ 3 ദിവസം ട്രെയിനിലിരുന്നു. ആദ്യത്തെ ദിവസമേ ആകെ മടുപ്പായി. ഒന്നാമത് ഭവനം വിട്ട് വന്നതിന്റെ ആ ഒരു വിഷമം, പിന്നെ തനിച്ചായല്ലോ എന്നുള്ളൊരു വിഷമം, പിന്നെ നമ്മൾ എവിടോട്ട് പോകുന്നു, അബ്രാഹാമിന്റെ കാര്യം പറഞ്ഞ പോലെ എങ്ങോട്ട് പോയി, എന്താണ് ഏതാണ് ഒന്നും അറിയാത്തതായ ഒരു എന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ കടന്നു വന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ ബീഹാറിൽ തന്നെ ശുശ്രൂഷ വേല ചെയ്യുന്ന ഇവര് 3 സഹോദരന്മാരാണ് ബീഹാറിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നത്. 3 സഹോദരന്മാരിൽ അതിലൊരു ദേവദാസന് റെജിറ്റ് ചെറിയാൻ എന്ന് പറഞ്ഞ ദേവദാസൻ, അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു. കഴിഞ്ഞ കോവിഡ് സമയത്ത് അദ്ദേഹം ലോകത്തോട് മാറ്റപ്പെട്ടു, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ കൂടെ ബൈജു എന്ന് പറയുന്ന ഒരു സഹോദരനായിരുന്നു. അവര് ദേവദാസന്മാരാണ്. അങ്ങനെ അപ്പൊ എന്റെ കൂടെ വന്നത് റെജിറ്റ് ചെറിയാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു റെജിറ്റ്. ഞങ്ങൾ 4 പേരും കൂടിയാണ് ട്രെയിൻ യാത്ര ചെയ്ത് പാട്നയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ പട്നയിലേക്ക് കടന്നു വന്നപ്പോൾ രാത്രി സമയത്താണ് ഞങ്ങൾ പട്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അവിടുന്ന് ഹാജിപൂര് താമസിക്കുന്ന MK ബേബി എന്ന് പറയുന്ന പാസ്റ്ററുടെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി. അവിടെ കടന്നു വന്ന് ഞങ്ങൾ അവിടെ ഒരാഴ്ചത്തോളം ഞങ്ങളുടെ 2 ഫാമിലി പാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലം വൈശാലി ജില്ലയിൽ മഹനാർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മഹനാർ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. മഹനാർ എന്നുള്ള ബീഹാറിനെ പറ്റി ഒരു ഒന്നും അറിയാതെയാണ് കടന്നു വന്നത്. അങ്ങനെ അവിടെ നിന്ന് മഹനാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഈ സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വളരെ സങ്കടമാണ് തോന്നി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ റൂമിൽ പോയിരുന്ന് കരയുവാനിടയായി. വാഹന സൗകര്യങ്ങൾ, ഞങ്ങളുടെ ഭാഗത്തേക്ക് വാഹന സൗകര്യങ്ങളില്ല. അതുപോലെ ആകെ ഒരു ബസ്സാണുള്ളത്. പിന്നെ 2-3 ജീപ്പുകളാണ് അതിലുള്ളത്. കയറി കഴിഞ്ഞപ്പോൾ ആകെ നമുക്ക് പറ്റിയ യാത്രകളൊന്നുമല്ല. അതുപോലെ റോഡുകൾ ഒരു കുഴിയിൽ നിന്ന് ഒരു കുഴി, അതുപോലെയാണ് റോഡുകള്. യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെ അതൊരു വലിയൊരു പ്രയാസമായി. അതിനുശേഷം ഞാൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ താമസിക്കാൻ പറ്റിയ വീട്, അതും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വീടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമവും ഭാരവും എല്ലാം എന്റെ ഉള്ളിൽ കയറുവാനിടയായി. ഞാൻ അപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എനിക്ക് ഇപ്പോഴൊരു വണ്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകും. അതുപോലെ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുപോലത്തെ ഒരു ഭയങ്കര ഒരു വിഷമമാണ്. ഉള്ളിൽ ഒന്നാമത് ഭയമാണ്, പേടി തോന്നുകയാണ്. എവിടെ നോക്കുമ്പോഴും പേടിയാണ്. മനുഷ്യരാണെങ്കിലും നമുക്ക് ഒന്നാമത് പരിചയമില്ലാത്തത് കാരണം ആളുകളെ കാണുമ്പോൾ ഉള്ളിൽ ഭയം. വാഹന സൗകര്യങ്ങളില്ല, റോഡുകളില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കരണ്ടില്ലാതെ ഏകദേശം 15 വർഷത്തോളം താമസിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ 15 വർഷത്തോളം കരണ്ടില്ലാണ്ട് താമസിച്ചു. കരണ്ടില്ല, രാത്രിയാകുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. അത് കാരണം എനിക്ക് ബീഹാറിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. ഒന്നാമത് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിട്ടില്ല. ഞാന് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അത് കാരണം നമുക്ക് അങ്ങനെ ഒരു സമർപ്പണമില്ല. മാതാപിതാക്കൾ പറഞ്ഞ ആ ഒരു ഇതിലെ നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമുക്കുള്ളിൽ നിന്ന്
ശരിക്കും ഒരു ആഗ്രഹവും ഒരു താല്പര്യവും ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തത് കൊണ്ട് അതിലൊരു പ്രയോജനമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു ആഗ്രഹം വരാത്തത് കാരണം ഈ വേലയിൽ പൂർണ്ണമായി നിൽക്കാൻ എനിക്ക് പറ്റാത്തതുപോലെ വളരെ ബുദ്ധിമുട്ട് എന്റെ ജീവിതത്തിൽ അനുഭവം വന്നു. അതുപോലെ വന്ന് താമസിച്ച വീട്ടിലാണെങ്കിലും കറണ്ട് ഇല്ല, കുടിക്കാൻ നല്ല വെള്ളമില്ല. നമ്മുടെ നാട്ടിലെ വെള്ളം നല്ല വെള്ളമാണ്. ഇവിടത്തെ വെള്ളം ഉപ്പുവെള്ളം, അതുപോലെ ഇരുമ്പിന്റെ അയണ്ട ചൊവയാണ്. ആ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ വന്ന് പെട്ടുപോയല്ലോ എന്നോർത്ത് അങ്ങനെ ആ വെള്ളം കുടിക്കുവാനിടയായി. പിന്നെ ഭക്ഷണം ആണേലും ഞാൻ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് മീനോ ഇറച്ചിയോ ഇല്ല എങ്കിൽ ഞാൻ ചോറ് കഴിക്കില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ബീഹാറിൽ വന്നപ്പോ മീനുമില്ല, ഇറച്ചിയും ഇല്ല. ഞാനിരുന്ന് പറയും, എന്റെ കർത്താവേ, ഞാൻ എന്റെ ഭർത്താവിനോട് പറയും, ഒരു മീന്റെ തലയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ അതേലും കൂട്ടി ചോറ് കഴിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുവാനിടയായി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുവിശേഷ വേലയിലേക്ക്. ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ ആ സമയത്ത് ആരുമില്ല. ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യ മിഷൻ IPCയോട് ചേർന്നുകൊണ്ടാണ്. അന്നത്തെ സമയത്ത് ഞങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആ സമയത്ത് ആരുമില്ലായിരുന്നു. തുച്ഛമായ കുറച്ച് പൈസയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എന്നും ഇറച്ചി മീനും നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലെ ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുകയില്ല. ഉള്ളതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതൊന്നും പഠിക്കാത്തത് കാരണമാണ് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചോറിന്റെ മുന്നിലിരുന്ന് ഞാൻ പല പ്രാവശ്യം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ബീഹാറിൽ കടന്നു വന്നിട്ട് ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അപ്പനെ അമ്മയെ വിളിച്ചറിയിക്കുക, ഇവിടെ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് വായോ എന്ന് പറയാം. അന്നെന്ന് പറഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമ്പോൾ 15 ദിവസം കഴിയും. അപ്പോഴത്തേന് ഇവിടെ എല്ലാ കാര്യവും കഴിഞ്ഞിരിക്കും. അവിടെ നിന്ന് ഒരു കത്ത് ഇങ്ങോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ ഞങ്ങളുടെ മഹനാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്ത് പോസ്റ്റ്മാൻ കൊണ്ട് തരണമെങ്കിൽ ആൾക്ക് ആദ്യം എന്തെങ്കിലും പൈസ നമ്മൾ കൊടുക്കണം. പൈസ കൊടുത്താലേ അയാൾ നമുക്ക് കത്ത് കൊണ്ടു തരൂ. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അങ്ങനെയൊക്കെ എന്റെ ഈ ബീഹാറിലെ ജീവിതം അങ്ങനെയായിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഞാൻ ആ സമയത്തൊക്കെ ദൈവത്തോട് ചോദിക്കുക, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിട്ടത്? ഞാൻ എന്റെ പ്രിയ ദേവദാസനോട് ചോദിക്കും, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്, വേറെ എത്ര സ്ഥലത്ത് പോയി കർത്താവിന്റെ വേല ചെയ്യാം. പിന്നെയും ഞാൻ പറയും, എന്തിനു നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു? കേരളത്തിൽ നിന്നാ പോരെ? അവിടെ എത്രയോ സ്ഥലത്ത് ദൈവത്തെ അറിയാത്ത ആളുകളുണ്ട്, അവിടെ പോയി സുവിശേഷ വേല ചെയ്തത്. എവിടെയായാലും സുവിശേഷ വേല ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയും പറഞ്ഞ് ഞാൻ പല പ്രാവശ്യവും ഞാൻ വെറുതെ രണ്ടുപേർക്കും കൂടെ ചേർന്ന് പോകാൻ പറ്റാത്തതായ അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും ദൈവസന്നിധി ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് അയച്ചത് എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ചു നാള് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശാരീരികമായിട്ട് ഒന്നാമത് സുഖമില്ല. ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്രയും, ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ചൂടായത്. ആദ്യ സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചൂടൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂട് കാറ്റ്, അത് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. പിന്നെ തണുപ്പ് ഭയങ്കരമായിട്ട് നമ്മളെ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബീഹാറില് ഭയങ്കര തണുപ്പാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ സൂര്യപ്രകാശങ്ങളൊക്കെ വളരെ കുറവാണ്. ഭയങ്കര തണുപ്പും കാറ്റും. അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ഇങ്ങനെ നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ, ഭക്ഷണം, രീതികൾ എല്ലാം നമുക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ പ്രാർത്ഥന നടത്താൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ കൂടെ ബൈജു ഐസക് എന്ന് പറഞ്ഞ ദാസന് കുടുംബമായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ഫാമിലി ഒരു വീട്ടില് ഒരു 10 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുവാൻ വേണ്ടി സഹായിച്ചു. അവർക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളും. അങ്ങനെ കുറച്ചു നാൾക്ക് ശേഷം ഞങ്ങൾ ഗ്രാമങ്ങളിൽ പ്രാർത്ഥന നടത്താനായിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന തുടങ്ങി കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ വന്ന് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ പാട്ട് കഴിയുമ്പോൾ എല്ലാവരും തിരിച്ചു പോകും, അവരവരുടെ പണിക്ക് വേണ്ടി പോകും. അങ്ങനെ കുറച്ചു നാള് നമ്മൾ ഒരു 2-3 ഗ്രാമത്തിൽ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ ദേവദാസന്മാരുടെ ഉള്ളിൽ ഒരു ദൈവം ഇങ്ങനെ ഒരു പ്രേരണ കൊടുത്തു, നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെത്ര പേര് വരും എന്ന് നമുക്ക് കാണാം. ഇത് നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാ പാട്ട് കഴിയുമ്പോൾ എഴുന്നേറ്റ്. അങ്ങനെ ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോൾ അധികം ആളുകളൊന്നുമില്ല, 1-2
3 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 വർഷത്തോളം അങ്ങനെയൊക്കെ തന്നെ 3, 4, 5 അങ്ങനെയൊക്കെ ആളുകളെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ കൂടെയുള്ള ബൈജു എന്ന് പറയുന്ന ദേവദാസനും അദ്ദേഹത്തിന്റെ ഭാര്യ അനു ബൈജു, ഞങ്ങൾ 4 പേര് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ 4 പേരിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം പറയുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു സഹോദരൻ വരും. സഹോദരൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയല്ല, അദ്ദേഹം വന്നിരിക്കും. ആ ആൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ വേറെ, അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങള് 4 പേരും കൂടെ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അങ്കിള് ഞങ്ങളുടെ ചർച്ചിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം റേഡിയോയിൽ കൂടെ കർത്താവിനെ അറിയുവാൻ ഇടയായി. റേഡിയോയിൽ അദ്ദേഹം സിനിമാ പാട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു. പുള്ളിക്കാരന് പാട്ട് കേൾക്കാൻ വേണ്ടി റേഡിയോ ഓൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം സുവിശേഷം കേൾക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ ദിവസവും അദ്ദേഹം ആ പാട്ട് കേൾക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. അദ്ദേഹത്തിന് പിന്നെ പാട്ടുകൾ ഇങ്ങനെ കേട്ടപ്പോൾ ദൈവവചനം പഠിക്കണമെന്ന് അദ്ദേഹത്തിൽ വലിയൊരു ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ഒരു കത്തെഴുതി ഫീബ റേഡിയോ അവിടേക്ക് എനിക്ക് ഒരു ബൈബിൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയൊരു ബൈബിൾ അവർ അയച്ചു കൊടുത്തു. അങ്ങനെ ഈ അങ്കിള് ഈ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ യേശു സ്നാനപ്പെട്ടതുപോലെ എനിക്കും സ്നാനപ്പെടണം എന്ന് അദ്ദേഹത്തിന് തോന്നി ഉള്ളില്. അങ്ങനെ അദ്ദേഹം വീണ്ടും അവർക്കൊരു കത്തെഴുതി, എന്നെ സ്നാനപ്പെടുത്താൻ നിങ്ങൾ ആരെങ്കിലും കടന്നു വരണം എന്ന് പറഞ്ഞു. അവരവിടുന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ആരെയെങ്കിലും അന്വേഷിക്കുക, നിങ്ങൾക്ക് അവര് സ്നാനം തരും, ഇവിടുന്ന് ഞങ്ങൾ ആരും അങ്ങോട്ട് വരാൻ പറ്റുകയില്ല. അങ്ങനെ അദ്ദേഹം കുറച്ചുനാൾ അന്വേഷിച്ചിട്ട് ആരെയും കണ്ടില്ല. ഒരു ദേവദാസനെ പോലും അദ്ദേഹത്തിന് ആ ഗ്രാമത്തിലോ ആ ജില്ലയിലോ കാണാൻ കഴിയാത്തത് കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഗംഗാ നദിയാണ്. അദ്ദേഹം തനിയെ ഗംഗയിൽ പോയി തലയിൽ കൈവച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അദ്ദേഹം സ്വയമായിട്ട് സ്നാനമേൽക്കുവാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മഹനാറിലേക്ക് കടന്നത്. ഒരു ദിവസം ഞങ്ങൾ 4 പേര് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അങ്കിൾ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് അദ്ദേഹം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഭവനങ്ങളിൽ ആദ്യമൊക്കെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നവരാണ്. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വഴക്ക് പറയാനും നമ്മളെ അടിക്കും, തല്ലും, കൊല്ലും, അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആളുകൾ വന്നത്. എന്നാൽ ഈ അങ്കിള് വന്നത് ഞാൻ ഒരു ദൈവമകനാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനിടയായത്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ കടന്നു വന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടോ ആദ്യമൊക്കെ? അതെ വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ അതൊന്ന് പറഞ്ഞാട്ട് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ആ സമയത്ത് നമുക്ക് വേറെ പ്രവർത്തനങ്ങളൊന്നുമില്ല. നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മൾ ഇവിടെ നിന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ നമ്മളെ തല്ലും, അവര് വെട്ടിക്കൊന്ന് ഗംഗയിലെറിയും എന്നൊക്കെ പല ഭീഷണികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് പല എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭയം ഒന്നും ഉണ്ടായില്ലല്ലോ ഉള്ളത്തില്? ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്കിള് ഞങ്ങളുടെ ചർച്ചിൽ അതിലേക്ക് കയറി വന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ഈ അങ്കിളിനെ. അദ്ദേഹത്തിനെ വീണ്ടും സ്നാനപ്പെടുത്തുവാൻ പ്രിയ ദേവദാസന്മാർക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. അദ്ദേഹം ദൈവസന്നിധിയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ സഭ വളരുവാൻ തുടങ്ങി. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട്ടിലായിരുന്നു ഞങ്ങളുടെ ആരാധന നടന്നത്. ആദ്യം ഞങ്ങളുടെ ഒരു ചെറിയ മുറിയിലായിരുന്നു ആരാധന നടന്ന്. ആ സമയത്ത് ഒരു 30ഓളം ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീടുടമസ്ഥനോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വരാന്ത വിട്ടു തന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഈ വരാന്തയിൽ ആരാധന നടത്തിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളോട് എതിർപ്പൊന്നും അവർക്കില്ലായിരുന്നു. ഞങ്ങളുടെ വീടുടമസ്ഥന് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്നതിന് വേറെ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഭവനത്തില് ആരാധനയ്ക്ക് ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം 7 ദിവസം ഉപവാസം കഴിഞ്ഞ് ഞങ്ങളുടെ സഭയിൽ 11 പേരുടെ സ്നാനം നടത്താൻ വേണ്ടിയിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് 11 പേര് സ്നാനപ്പെടാനായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ എതിർപ്പ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഉണ്ടായി. അവരോട് ഗ്രാമക്കാരെ തടഞ്ഞു വെച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാവാൻ പാടില്ല, അവരെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഗ്രാമത്തിൽ പോയി അവരെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ഗ്രാമത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഫാദറിനെ ഞങ്ങളെല്ലാം പോയി അടിച്ച് അദ്ദേഹം സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ കുറച്ചു പേര് ഞങ്ങളുടെ വിശ്വാസികൾ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വന്നിട്ടുണ്ടായിരുന്നു, അവരിവിടെ അന്വേഷിച്ച് വന്നു, അവരിങ്ങനെ
ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ ആരാധന നിങ്ങൾ നടത്താൻ പാടില്ല, ഇവിടെ നിങ്ങൾ മതപരിവർത്തനം നടത്തുകയാണ്, ക്രിസ്ത്യാനിയാക്കാണ് എന്നൊക്കെയും പറഞ്ഞ് അവര് ഒത്തിരി ഞങ്ങളെ ഒത്തിരി ഞങ്ങളെ പേടിപ്പിക്കുവാൻ ഇടയായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അധികം ഞങ്ങൾക്ക് എതിർപ്പ് അവിടെ ഉണ്ടായില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങള് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായി. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു ഭവനം വേണം, ഒരു സ്ഥലം വേണം എന്ന കാര്യം. ഞങ്ങളുടെ ചർച്ച് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഇരിക്കാൻ ഇടമില്ലാത്തതുപോലെ ആളുകൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഒരു സ്ഥലം മേടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. മൂത്ത മോള് ഗ്രേസ് ജേക്കബ്, ഞാൻ ആദ്യമേ അവളുടെ പേര് പറഞ്ഞിരുന്നു. മൂത്ത മോൾക്ക് ഇതുപോലെ പെട്ടെന്ന് അവൾക്ക് അപ്പൻഡിക്സിന്റെ അസുഖം കൂടി. ഞങ്ങള് താമസിക്കുന്നിടത്ത് ആശുപത്രി ഇല്ല, നല്ല ആശുപത്രികളില്ല. അതുപോലെ ഇപ്പോഴും നല്ല ആശുപത്രി ഇല്ല, ഒരു ഗവൺമെന്റ് ആശുപത്രിയാണുള്ളത്. അതിൽ വേണ്ട പോലെ ചികിത്സകളില്ല. പിന്നെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഈ ഭാഗത്തെല്ലാം ഈ ക്ലിനിക് ഉണ്ട് എങ്കിലും നമുക്ക് അവിടെ വിശ്വസിച്ചൊന്നും പോയി ഒരു മരുന്ന് മേടിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ, ഒരു സിറിഞ്ചില് ഒരു സൂചി വെച്ചിട്ട് അവര് 2-3 ആളുകളെ കുത്തും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസം കുറവായത് കാരണം അവര് ഈ ഡോക്ടർമാരല്ല, ശരിക്കും അവര് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് കൊടുത്ത് പിന്നെ അവരൊരു ഡോക്ടറായി അങ്ങ് മാറും. അങ്ങനെയാണ് ഇപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ഇഞ്ചക്ഷന് വേണ്ടി പോകുമ്പോൾ എന്തോരം നല്ല ഇതിലാണ് അവർ നമുക്ക് ഇഞ്ചക്ഷൻ തരുന്നത്. ഇവരങ്ങനെയല്ല, ചിലപ്പോൾ നമ്മൾ പോയ ഡ്രസ്സിന്റെ മുകളിൽ കൂടെ ആയിരിക്കും അവർ ആ ഇഞ്ചക്ഷൻ അടിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ മോൾക്ക് പെട്ടെന്ന് അപ്പൻഡിക്സിന്റെ ഇത് 2 ദിവസമായിട്ട് ഭയങ്കര പനി, ഛർദില് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓർത്തി എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഗ്യാസിന്റെ ആയിരിക്കും, പനിയുടെ മരുന്നൊക്കെ കൊടുത്തു തന്നെ അത് കുറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സാറിന്റെ അടുത്തേക്ക് വെറുതെ അവരെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു ഡെങ്കൻ ആശുപത്രിയിൽ, ഞങ്ങളുടെ ബീഹാറിൽ തന്നെ ഡെങ്കൻ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു എന്റെ മോൾക്ക് ഇങ്ങനെ വയറുവേദനയും പനിയുമാണ് എന്ന് അദ്ദേഹം തൊട്ടപ്പോൾ തന്നെ പറഞ്ഞു, പാസ്റ്റർ ഇത് അപ്പൻഡിക്സ് ആണ്, ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ആ സമയത്ത് ഞങ്ങളുടെ സാമ്പത്തികമായിട്ടും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ഉള്ള തയ്യാറെടുപ്പിലും അല്ല പോയത്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് താമസിച്ച ആ സ്ഥലത്തു നിന്ന് 200-ലധികം കിലോമീറ്റർ ആണ്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കൊണ്ട് അവിടോട്ട് കടന്നു പോകാനായിട്ട് ഇടയായി. അങ്ങനെ അവിടെ ചെന്ന് മോളുടെ ഓപ്പറേഷൻ നടത്തി. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഇത് ഒത്തിരി കൂടിയിരിക്കുകയാണ്, എന്തായാലും ഭാഗ്യമുള്ള കുഞ്ഞാണ്, ഇത്തിരി സമയം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത് പൊട്ടി ആകെ ഇത് വയറിന്റെ ഉള്ളിലെല്ലാം ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയേനെമായിരുന്നു എന്നൊക്കെ പറയുവാനിടയായി. ആ സമയത്ത് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനെ എന്താ വെച്ചാൽ നമ്മൾ താമസിക്കുന്നവർക്ക് ഒരു സൗകര്യവും ഇല്ല, എങ്കിലും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ കർത്താവ് സൂക്ഷിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ചെറിയ മോൾക്കും അതുപോലെ തന്നെ, ചെറിയ മോൾക്കും 6 മാസം കഴിഞ്ഞ് ഏകദേശം ഒരു 9 മാസം പ്രായമുള്ളപ്പോൾ അവളുടെ കാലയിലും തലയിലും കരപ്പൻ വന്നിട്ട് വളരെയധികം ആ കുഞ്ഞിന് വേണ്ടി വളരെയധികം ഞങ്ങള് ഭാരപ്പെട്ടു. തല മുഴുവൻ അളിഞ്ഞ പോലത്തെ ഭയങ്കര സ്മെല്ല്, അതുപോലെ കാലയിലും ഭയങ്കരമായിട്ട് നമുക്ക് കുഞ്ഞിനെ കൈ കൊണ്ട് എടുക്കാൻ തോന്നുകയില്ല, അതുപോലെ ഭയങ്കര സ്മെല്ലായിരുന്നു അവളുടെ തലയിലും കാലിലും എല്ലാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു, പലയിടത്തും കാണിച്ചു, എങ്കിലും ഒന്നും വിടുതലൊന്നും കിട്ടിയില്ല. ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഞങ്ങള് കുഞ്ഞുങ്ങൾക്ക് എന്താ അസുഖം വന്നാലും ഒന്നുകിൽ ഒരു ഹോമിയോ മരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ പ്രാർത്ഥന തന്നെയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്കാണെങ്കിലും ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക്, കാര്യം നമുക്ക് കൊണ്ടുപോകാൻ ഒരു സൗകര്യം, ഇവിടുന്നൊക്കെ 200 കിലോമീറ്ററോളം വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകണം. പിന്നെ വിശ്വസിച്ച് നമുക്ക് എവിടെയും കുഞ്ഞുങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. ഉള്ളിൽ ഭയങ്കര ഭയമാണ്. അതിനുള്ളൊരു ആശുപത്രിയും ഒന്നും സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു സമയങ്ങളായിരുന്നു. അങ്ങനെ ചെറിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചെറുതായിട്ടൊക്കെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. കർത്താവ് പൈതലിനെയും പിടിപ്പിച്ചു. പൂർണ്ണമായി അവൾക്കും ദൈവസൗഖ്യം നൽകി. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തില് ബീഹാറില് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തില് അനുഭവിക്കുവാനിടയായി. അങ്ങനെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു സ്ഥലം നൽകി. അവിടെയും സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടുവെങ്കിലും അവിടെ ഹോളിന്റെ കാര്യം നടന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെ ആരാധന നടന്നപ്പോൾ ഇവിടെയും അതുപോലെ കുറച്ച്
RSSകാർ കയറി വന്ന് ഭയങ്കരമായിട്ട് വിഷയമുണ്ടാക്കി. ഇവിടെ ആരാധന നടത്താൻ സമ്മതിക്കുകയില്ല, ചർച്ചെല്ലാം അവര് തല്ലി പൊട്ടിച്ച് ഇടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം അങ്ങനെ അവര് നമുക്ക് ഭീഷണിയായിട്ട് നമ്മളോട് ഇവിടെ നടത്തരുത്, നിങ്ങൾ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെയധികം അവിടെയും ചർച്ചിലിന്റെ ഇതില് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ നമ്മള് പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയായിരുന്നു ഇവരുടെ നമ്മുടെ മേലിലുള്ള ഇവര് കുറ്റം ആരോപിക്കുന്നത്. അങ്ങനെ എതിരായിട്ടുള്ള ഒരു ആള് വന്നിട്ട് പറഞ്ഞ് ഇത്ര ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ് എന്റെ മോനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ഇവര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇവര് കംപ്ലൈന്റ് കൊടുക്കാൻ പോയി. പിന്നെ അങ്ങനെ വിളിച്ചു, നമ്മളെയും വിളിച്ചു. അവിടെ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. ഞങ്ങളുടെ ചർച്ചിൽ അവർ കയറി വന്ന് ഒരു വിഗ്രഹം വെച്ച് അവര് പൂജിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളെല്ലാം അവരോടും പറഞ്ഞു പൂജയുടെ സമയത്ത് നിങ്ങളെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവര് നമ്മുടെ ദൈവത്തെ പാടിയപ്പോൾ അവര് വന്നവര് പൂജിച്ച് തിരിച്ചുപോയി. അങ്ങനെ ഫോട്ടോ വെച്ച കാര്യം പറഞ്ഞപ്പോൾ പോലീസ് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അതൊരു കേസായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ചർച്ചിൽ വേറെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ദൈവം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ മുഴുവൻ, ഈ സ്ഥലത്ത് മുഴുവൻ കൊള്ളക്കാരായിരുന്നു താമസിച്ചത്. അവര് പകല് പോലും കൊള്ളയടിക്കാൻ വേണ്ടി കടന്നു വരും. കുതിരപ്പുറത്താണ് അവര് വരുന്നത്. നേരിട്ട് തോക്കുകളൊക്കെ ആയിട്ട് വരും. ഇവരുടെ മുഖ്യ കാര്യം എന്താന്ന് വെച്ചാൽ അവര് ഈ പണമുള്ള ആളുകളെ തട്ടിക്കൊണ്ട് പോവുക, കുഞ്ഞുങ്ങളെ സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോവുക, എന്നിട്ട് ഇത്ര രൂപ ചോദിക്കുക, ആ പണം കൊടുത്തില്ലെങ്കിൽ അവരെ കൊന്നുകളയുക. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. ഞങ്ങളിവിടെ ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ കടകളൊന്നും കാണത്തില്ല. എല്ലാ കടയും അടച്ച്, ഒരു മനുഷ്യരെ പോലും നമുക്ക് റോട്ടിൽ കാണത്തില്ല. 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ കടകൾ അടച്ച് എല്ലാവരും വാതിലടച്ച് വീട്ടിലിരിക്കും. അങ്ങനെ ഭയങ്കര കൊള്ളക്കാര് ഒത്തിരി വാണ ഒരു സ്ഥലമായിരുന്നു ഈ മൊഹനാർ എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ദൈവമക്കൾ കാലുകുത്തിയതിനു ശേഷം ആ കൊള്ളക്കാരെല്ലാം മരിക്കുവാനിടയായി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ താമസിച്ച ഞങ്ങളുടെ വീട്ടില് 2 പ്രാവശ്യം കള്ളന്മാര് വന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം തൂത്ത് പറക്കിക്കൊണ്ട് പോയി. എന്നാലും ദൈവം ആ സമയത്തൊക്കെയും ഞങ്ങളെ അവിടെ സൂക്ഷിച്ചു, പരിപാലിച്ചു. പിന്നെ അവര് വന്ന് എല്ലാം പറക്കിക്കൊണ്ട് പോയോ കൊള്ളക്കാര് വന്നു? അതെ അവര് വന്ന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും. പണം ഉണ്ടെങ്കിൽ പണം, അവര് വീട്ടിൽ അങ്ങനെ ധൈര്യമായിട്ട് കയറി വന്ന് എല്ലാം പറക്കിക്കൊണ്ട്. ഇത് ഞങ്ങൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടില് കുത്തി തുറന്ന് കള്ളന്മാരി പോയത്. അങ്ങനെ അപ്പൊ അത് കാരണമാണ് ഈ ബീഹാറില് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മഹനാറിലൊക്കെ കറണ്ട് വരാൻ സമ്മതിക്കുകയല്ല. ഈ കൊള്ളക്കാര് ഇവർക്ക് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് എപ്പോ കറണ്ടിന്റെ വള്ളി ഇട്ടാലും ആ വയറുകളെല്ലാം അവര് മുറിച്ചു മാറ്റും. അവർക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വാഹന സൗകര്യങ്ങളൊന്നും അവര് ഇവിടെ തരാത്തതിന്റെ കാരണം അതാണ്. പിന്നെ ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ അവരോടൊപ്പമാണ്. ഇവരെന്ത് പറയുന്നു, ഇവർ പണം കൊടുക്കുന്നത് കാരണം പോലീസ് ഇപ്പൊ നമ്മളൊരു ആവശ്യത്തിന് വിളിച്ചാൽ അവര് വരികയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. എന്നാൽ ഇപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച്, ഞാൻ പറഞ്ഞില്ലേ 15 വർഷത്തോളം കറണ്ട് ഇല്ലാണ്ട് മണ്ണെണ്ണ വിളക്കില് ഞങ്ങള് ജീവിച്ചു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ദൈവം മാറ്റം വരുത്തി. ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് 24 മണിക്കൂറിൽ കൂടുതലും ആയിട്ട് ദൈവം ഞങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് തന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവമക്കൾ എവിടെ കാലുകുത്തുന്നു അവിടെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കും. അതുപോലെ വാഹന സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ കുതിരപ്പുറത്ത് കയറി വീഴുവാനും അങ്ങനെയൊക്കെ ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷ വേലയോടെ പറഞ്ഞാൽ കടന്നു വന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വളരെ എനിക്ക് പേടിയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊള്ളക്കാരെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ഭയങ്കര പേടിയായി. ഞാൻ നാട്ടിൽ തിരിച്ചു പോവും. ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. ഇനി തിരിച്ചു വരികയില്ല എന്നുള്ള തീരുമാനത്തിലാണ് കടന്നു പോകുന്നത്. എന്നാൽ എന്റെ പിതാവ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നു. ദേവദാസന്മാരെ മാനിക്കുന്നത്, കർത്താവിനെ മാനിക്കുന്ന ഒരു
എന്റെ പിതാവ് അദ്ദേഹം എന്നോട് പറയും, ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ ഇന്ന് തിരിച്ച് ബീഹാറിലോട്ട് പോകുന്നില്ല എന്ന് പറയും. അപ്പൊ പറയും നിന്നെ ദൈവം ബീഹാറിലോട്ടാണ് അയച്ചത്, എന്റെ വീട്ടിൽ നിനക്ക് നിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയും. പിന്നെ ഞാൻ അന്നേരം ഓർത്തു, എന്ത് ചെയ്യാനാ, പിതാവ് നമ്മളെ നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു തന്നെ വീണ്ടും പോരണമല്ലോ. കൊണ്ടുപോയ പോലെ തന്നെ പിന്നെ ആ സാധനങ്ങളായിട്ട് തിരിച്ച് ബീഹാറിലേക്ക് കടന്നു വരും. പിന്നെ ഇവിടെ ഇരുന്ന് പിന്നെയും ചിന്തിക്കും അടുത്ത പ്രാവശ്യം പോകും എന്തായാലും ഇതാ അപ്പനെ സോപ്പിട്ടിട്ട് എന്തായാലും അടുത്ത പ്രാവശ്യം അവിടെ നിൽക്കാന്ന്. പക്ഷെ എന്റെ പിതാവ് എന്നെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. വിഷമിച്ചിട്ടാണെങ്കിലും ട്രെയിൻ കയറി സങ്കടപ്പെട്ട് കരഞ്ഞൊക്കെ തിരിച്ചു പോരും. അങ്ങനെ ഒരു ദിവസം ഞാൻ ദൈവസന്നിധി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ബീഹാറിലോട്ട് നീ എന്നെ അയച്ചെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനായിട്ടും കൂടെ ഉള്ളൊരു എന്നെ ഇവിടെ നിർത്തണമേ എന്ന് ഞാൻ ദൈവസന്നിധി ഒരു ദിവസം പ്രാർത്ഥിക്കുവാനിടയായി. എന്റെ ഭക്ഷണങ്ങളെല്ലാം ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ എന്ത് കിട്ടിയാലും കഴിക്കാം. ആ സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഇരുന്നിങ്ങനെ മീനിന്റെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞിങ്ങനെ, പിന്നെ ഞാൻ ഓർത്ത് വേണ്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കിട്ടിയാലും കഴിച്ചോളാം, കാര്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നതാണല്ലോ. പിന്നെ എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ഭയം ദൈവം കൊണ്ടുവന്നു, ഞാൻ ഇവിടുന്ന് കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ദൈവത്തെ ഞാൻ ധിക്കരിച്ചു പോവല്ലേ. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയം വളരെ ഇതായിട്ട് ഭയം വന്നു. ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നിഷ്ടത്തിന് ഞാൻ അഹങ്കരിച്ചു പോയി കഴിഞ്ഞാൽ ദൈവം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യും, അത് കാരണം തിരിച്ചു പോയേ പറ്റുള്ളൂ. ദൈവസന്നിധി ഇരുന്ന് ഒരു ദിവസം കുറെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ഇനി എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, പക്ഷെ നീ എനിക്ക് അതിനുള്ള ബലവും ശക്തിയും എനിക്ക് തരണമേ. അങ്ങനെ ദൈവസന്നിധി ഇരുന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ദിവസം ഞാൻ കുറെ നേരം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ദൈവം എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി. കർത്താവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചു, ഞാൻ നീ കിടന്ന കട്ടിലിൽ നിന്ന് നിന്നെ ഞാൻ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചതാണ്, ഈ സാക്ഷ്യം നീ പറയണം, നിനക്ക് ബീഹാറിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എല്ലാ പേടിയും ഭയവും ആ സമയം എന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ഇടയായി. ഞാനിങ്ങനെ ചിന്തിച്ച് എന്റെ കുഞ്ഞുങ്ങളെ കൊള്ളക്കാർ തട്ടിക്കൊണ്ട് പോവോ, അത് നമ്മളെ അവരെന്തേലും എന്റെ ഉള്ളിൽ അങ്ങനെയായിരുന്നു. ഇവർ കയറി വന്ന് നമ്മളെ കുടുംബമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഭയങ്കര ഉള്ളിൽ പേടി എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നായിരുന്നു. അങ്ങനെ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശക്തമായിട്ട് ഇടപെടുവാനിടയായി. എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ താമസിച്ച വീടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിച്ചിട്ടുണ്ട്. അത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, രാത്രിയാകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്നാൽ ഞാൻ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു ബലം എനിക്ക് തന്നു. പല രാത്രികളിലും ഞാനും കുഞ്ഞുങ്ങളും തന്നെ കിടക്കും. ദേവദാസൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പല സ്ഥലത്തേക്ക് വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ തനിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുവാൻ ദൈവം എന്നെ ദൈവം ബലപ്പെടുത്തി. അതുപോലെ ഞങ്ങൾ താമസിച്ച വീടും അതുപോലെയാണ്. ആ വീട്ടിലെ വാടകയ്ക്ക് ഞാൻ ചെന്ന അന്ന് ഞങ്ങൾക്ക് ശരിക്കും ആ വീട് ദേവദാസന് 1 മാസത്തേക്കാണ് കൊടുത്തത്. കാര്യം നമ്മൾ ക്രിസ്ത്യാനികളായത് കാരണം നമുക്ക് വീടൊന്നും കിട്ടാതിരുന്ന സമയം ഉണ്ടായിരുന്നു. എന്നേക്കാൾ മുന്നെയാണ് എന്റെ ദേവദാസൻ ബീഹാറിൽ കടന്നു വന്നത്. 96-ല് പ്രിയപ്പെട്ടവൻ വേലയ്ക്ക് വേണ്ടി ബീഹാറിൽ കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം വീട് അന്വേഷിച്ച് ഒത്തിരിയും വീട് അന്വേഷിച്ച് അങ്ങനെ വീട് കിട്ടാണ്ട് ഒരു വീട് കിട്ടിയതാണ്. അവരന്ന് അവരുടെ മോൻ മിലിറ്ററി മാൻ ആയിരുന്നു. അദ്ദേഹം ദേവദാസനോട് പറഞ്ഞു 31-ാമത്തെ ദിവസം ഈ വീട് കാലിയാക്കണം എന്ന് പറഞ്ഞാണ് ആ വീട് കൊടുത്തത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഞാനും ആ വീട്ടിൽ ചെന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഏകദേശം 23 വർഷം ആ വീട്ടിൽ താമസിക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ആ വീട് ശരിക്കും ആ വീട്ടിൽ ഞങ്ങൾക്ക് ഒത്തിരി ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ദൈവം ആ വീട്ടിൽ ഒത്തിരി ഞങ്ങളെ ബലപ്പെടുത്തി. പ്രത്യേകിച്ച് എന്നെ ദൈവം ഒത്തിരി ബലപ്പെടുത്തി. കാര്യം ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു വീടാണ് എങ്കിലും പലപ്പോഴും ഉള്ളിൽ ഭയമുണ്ട്. പിന്നെ ഞാൻ ചിന്തിക്കും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്. ആദ്യമുള്ള സമയങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഈ വചനം ഉണ്ട് എങ്കിലും പിന്നെയും ഉള്ളിൽ ഒരു ഭയമാണ്, എങ്ങനെ ഒറ്റയ്ക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് രാത്രിയിൽ എങ്ങനെ താമസിക്കും എന്നുള്ളൊരു. എന്നാൽ പ്രാർത്ഥിച്ച് കിടന്നാലും വീണ്ടും ഇത് തന്നെ, ആരെങ്കിലും വരുമോ, നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ളൊക്കെ ഒരു ഭയങ്കര ഒരു പേടി കാരണമാണ് എനിക്ക് ബീഹാറിൽ നിൽക്കാൻ പറ്റാത്ത ഒരു തിരിച്ചു പോണം എന്നുള്ള ഒരിത് വരുവാൻ കാരണം. അങ്ങനെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് പ്രത്യേകമായ ഒരു കൃപയും എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി. അത് കാരണമാണ് കർത്താവിന്റെ വേലയിൽ ശരിക്കും ഞാൻ നിൽക്കാനായിട്ടുള്ള കാരണം അതാണ്. അങ്ങനെ നിന്നതിന്റെ പ്രയോജനം ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഈ ദേശത്തും ദൈവം ഒരു നല്ല ഒരു സഭ തരുവാനായിട്ട് ഇടയായി. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ പിതാവാണ്. എന്റെ പിതാവ് എന്നെ, ഞാൻ സന്തോഷത്തോടെ നാട്ടിൽ ചെല്ലും, പക്ഷെ ഞാൻ ദുഃഖത്തോടെ അവിടെ തിരിച്ചു പോരും. എന്റെ പിതാവ് എന്നെ പറയും, നിനക്ക് ഇവിടെയല്ല, നിന്റെ വീട് ഇവിടെയല്ല, എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. ഞാൻ പലപ്പോഴും പറയും, എന്റെ പിതാവായിട്ട് എന്റെ അപ്പൻ എന്താ ഇങ്ങനെ പറയുന്നേ,
ഇത് എന്റെയും കൂടെ അവകാശമുള്ള വീടാണല്ലോ എന്ന്. അപ്പൊ എന്നോട് പറയും, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട് ഇതല്ല, നിന്നെ അയച്ചിടത്തേക്ക് നീ പോണമെന്ന്. അത് ശരിക്കും എന്റെ ആ പിതാവിന്റെ ഞാൻ പലപ്പോഴും ഞാനിങ്ങനെ ഓർക്കും, ശരിക്കും എന്റെ പിതാവ് നീ ഇവിടെ നിന്ന മോളെ എന്ന് പറഞ്ഞ് എന്നെ നിർത്തിയായിരുന്നെങ്കിൽ ഇന്ന് ദൈവം ഇങ്ങനെ ഒരു വേലയോ ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ ഒരു വേലയിൽ ഇന്ന് സാക്ഷ്യം പറയാൻ ഞാൻ ഉണ്ടാവുകയില്ല. എന്നാൽ എന്റെ കർത്താവിന് അറിയാമായിരുന്നു ഏതെല്ലാം വിധത്തിൽ കൂടാണ് എന്നെ കൊണ്ടുവന്നാലേ ഞാനിവിടെ നിൽക്കുകയുള്ളൂ എന്ന് എന്റെ കർത്താവിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ തന്നത്. അത് ഭക്ഷണ രീതി ആണേലും അങ്ങനെ തന്നെ. എന്റെ ഭവനത്തില് മീൻ ഇറച്ചി ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല, ചോറ് അവിടെ ഇട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് പോകും. എന്നാൽ ഇവിടെ കടന്നു വന്നപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ദൈവം ശരിക്കും പഠിപ്പിച്ചു. അതൊക്കെ എന്റെ ഒരു എനിക്കിതൊക്കെ ഒരു പാഠമായിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, സുവിശേഷ വേല ഞാൻ സുവിശേഷ വേലയിൽ എന്നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് യോഗ്യതായിട്ടുള്ള ഒരാളല്ല എന്നായിരുന്നു എന്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ധരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങി എന്നെ ദൈവം, ഞാൻ അന്ന് പ്രാർത്ഥിച്ച് എന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചപ്പോഴാണ് എന്നിൽ കൂടെ കർത്താവിന് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ആദ്യ സമയങ്ങളിലൊക്കെ ഗ്രാമങ്ങളിൽ പോകുമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ഗ്രാമങ്ങളിൽ പോകുന്നില്ല. എനിക്ക് അങ്ങനെ ഇപ്പൊ പോകാൻ പറ്റാത്തതായ അതിനും ഒരു കാരണമുണ്ട്. ഇതിന്റെ മുന്നേ ഞാൻ വീടുകളിൽ പോയി ആരാധന പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഭവനങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ ചെറിയ കൂട്ടായ്മ വയ്ക്കുമായിരുന്നു. സഹോദരിമാർ പോയി ഒരു 1.5 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതിനങ്ങനെ പോകുന്നില്ല, വേറെ സഹോദരിമാരാണ് ഇപ്പൊ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്റെ വേലയെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓർക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇവിടെ ബീഹാറിൽ വന്നിങ്ങനെ ഇരിക്കാനാണോ ദൈവം എന്നെ അയച്ചെന്ന്. അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ ഉള്ളിലേക്ക് ദൈവം കൊണ്ടുവന്നൊരു ഇതാണ്, നീ ഗ്രാമത്തിലേക്ക് പോയില്ലേലും ആളുകൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാന്. അതുപോലെ എന്റെ ദേവദാസന് അദ്ദേഹം കത്തോലിക്ക ഇതിന്നാണ് രക്ഷയിലേക്ക് കടന്നത്, റോമൻ കത്തോലിക്കരായിരുന്നു എന്റെ ഭർത്താവിന്റെ ആളുകള്. അവരുടെ പിതാവ് ഇപ്പോഴും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. മാതാവുണ്ട്, 2 സഹോദരന്മാരുണ്ട്. മൂത്ത മകനാണ് വേദദാസന്. അദ്ദേഹവും ഇതുപോലെ രക്ഷയിലേക്ക് കടന്നു വന്നു. ഞാൻ അന്നേരം ഓർത്തു, ഞാൻ എന്റെ പ്രിയ ദേവദാസനെ പുറകിൽ നിന്ന് സഹായിക്കുന്ന ഒരാള്, അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ ആക്കിയിരിക്കുന്നത്. എന്തോ അദ്ദേഹത്തിന് എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതല്ല, അതും ഒരു സുവിശേഷ വേലയാണ്. ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റിയില്ല, അതിനെക്കാട്ടിലും ഒരു വലിയൊരു ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, സഭയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് കയറി. അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് വരെ അത് ചെയ്യുവാൻ സഹായിച്ചു. അതുപോലെ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ ശരിക്കും ഈ ബീഹാറിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളെ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആളുകളാണ്. അപ്പൊ ഞാനിങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നടക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതായിട്ടാ എന്നെ കാണും. ഇവരാരാ, ഇദ്ദേഹത്തിന്റെ ആരാണ്, ഇദ്ദേഹം തട്ടിക്കൊണ്ട് വന്നതാണോ, എന്താണ്, ഇവര് വേശ്യയാണോ, ഇവിടെ ആഭരണമില്ലാതെ നടക്കുന്ന വേശ്യകളാണെന്നാ പറയുന്നത്, വേശ്യ അല്ലെങ്കിൽ വിധവ. ഇപ്പൊ പല ആളുകളും ഇങ്ങനെ എന്നെ നോക്കും. പിന്നെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഈ കുഞ്ഞുങ്ങളെ, ഈ പെൺകുട്ടികളെ എല്ലാം ഇവിടുത്തെ ആളുകൾ പ്രത്യേക രീതിയിലാണ് അവര് കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ നോക്കുകയോ വളർത്തുകയൊന്നും ചെയ്യില്ല. അന്ന് ഞാൻ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും നമുക്കൊരു ചർച്ചോ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെൺകുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തില് നോക്കുക, അല്ലെ ഇവരെ നോക്കി വളർത്തുക, ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയ ഭവനം വെച്ച് ഹാളിലേക്ക് താമസിച്ചപ്പോ ഞങ്ങള് അങ്ങനെ ഒരു 5 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ വിശ്വാസികളെ, ഞങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങളാണ്. ഇവിടെ പെൺകുട്ടികളെ ഒന്നും അധികം പഠിപ്പിക്കുകയല്ല. അവര് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവര് വിവാഹം കഴിച്ചു വിടും. 10-15 വയസ്സിനുള്ളില് അവരൊക്കെ കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കും. അപ്പൊ അപ്പോഴേ എനിക്കിങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു, മക്കളെയൊക്കെ ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഉപേക്ഷിക്കും, കൊന്നുകളയും. കുറെ ആളുകളെ ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഓരോ വീടുകളിലൊക്കെ പെൺകുട്ടികളെ ഇങ്ങനെ നിർത്തും. അങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളെ പഠിപ്പിക്കാൻ ഒട്ടും കഴിവില്ലാത്തവര്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ നോക്കുക, അവരുടെ ആവശ്യങ്ങളില് നമ്മളെ കൊണ്ട് ചെയ്യാൻ
പറ്റുന്നതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഉള്ളിൽ അങ്ങനെ ഉള്ളിൽ ദൈവം ഇങ്ങനെ ഒരു പ്രേരണ തന്നതിന്, അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ 5 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നിർത്തി. അവരുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങള് ഞങ്ങളോടൊപ്പം എന്റെ മക്കളെ എങ്ങനെയാണ് അതുപോലെ ഞങ്ങൾ രണ്ടുപേരും അവരെ നോക്കി വളർത്തി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ 4 പെൺകുട്ടികളാണ് ഉള്ളത്. വന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങള് ചില കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പോലും അറിയത്തില്ല. അക്ഷരം അറിയത്തില്ല. 8 വയസ്സൊക്കെ ഉണ്ട്, 8-9 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. അവർക്ക് അക്ഷരം അറിയത്തില്ലായിരുന്നു. അവര് അക്ഷരം നമ്മള് ഇവിടെ ഇരുന്ന് അവര് പഠിച്ച് ബൈബിള് വായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പാട്ടുകൾ പാടി പ്രാർത്ഥിക്കുവാൻ അവര് പഠിച്ചു. അതിലും ഉപരിയായിട്ട് അവര് വചനം എല്ലാ ദിവസവും നമ്മൾ അവർക്ക് പറഞ്ഞു, വചനം നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞു. അവര് എല്ലാ ദിവസവും ബൈബിള് വായിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പരീക്ഷയില് അവര് നല്ലതോടുകൂടെ വാക്യം കാണാതെ പഠിച്ച് ഫസ്റ്റ് മേടിച്ച കുഞ്ഞുങ്ങളായി തീർന്നു. അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല എങ്കിലും ഇതും ഒരു കർത്താവിന്റെ വേലയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ദൈവം ചിലപ്പം ദൈവം എന്നിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവിന്റെ വേലയാണ്. നമ്മള് എല്ലാ കാര്യവും വിശ്വസ്തയോടെ ചെയ്യണം. എന്ത് നമ്മൾ ചെയ്യുന്നോ അത് വിശ്വസ്തയോടെ ചെയ്യുക. ദൈവം എനിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം എന്നെയും സഹായിച്ചു. ഞാൻ ഇതിനൊന്നും ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ഒന്നും ഒരു പുകഴ്ചയും ഒന്നുമില്ലാതിരുന്ന ഒരു ഇതെന്നാണ് കർത്താവിനെ വിളിച്ചത്. കർത്താവിന്റെ വേല, സുവിശേഷ വേലയോട് എനിക്ക് എതിർപ്പല്ല. പക്ഷെ എനിക്ക് പറ്റത്തില്ല. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതായിരുന്നു ഇരുന്നത്. ഞാൻ അതിന് കൊള്ളാത്ത ഒരാളാണ്. എനിക്ക് ആ വേല ചെയ്യാൻ എന്നെ കൊണ്ട് കഴിവില്ല. അതായിരുന്നു എന്റെ ഉള്ളിൽ ഇരുന്നത്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് നമുക്ക് ഓരോ കഴിവുകൾ തരുന്നത്. ദൈവം നമുക്ക് ഒരു കഴിവ് തരുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലെ ചെറിയ കുഞ്ഞ് പൈതലായത് കാരണം അപ്പന്റെ അമ്മയുടെ എല്ലാവരുടെ സ്നേഹത്തിലാണ് ഞാൻ ജീവിച്ചത്. അതിൽ നിന്ന് ഞാൻ എന്നെ പറിച്ച് വേറൊരിടത്തേക്ക് നട്ടപ്പോൾ എനിക്ക് ഒട്ടും എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഒറ്റയ്ക്കുള്ള ജീവിതം തന്നെ എന്നൊക്കെ അതൊക്കെയായിരുന്നു എനിക്ക് എന്നെ ഒത്തിരി ഫീൽ ചെയ്തത്. എന്നാൽ ദൈവം ഇതുപോലെ എനിക്ക് ശരിക്കും ഇതുപോലൊന്നും എനിക്ക് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. ശരിക്കും ദൈവദാസന്റെ കൂടെ വന്നു ഞാൻ ശരിക്കും സംസാരിക്കാത്ത ആളാണ്. എനിക്ക് അധികം സംസാരിക്കുന്നതും ഇഷ്ടമല്ല, ഞാൻ അധികം സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് എന്റെ സ്വഭാവം. എന്നാൽ എന്റെ കൂട്ടാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇച്ചിരി സംസാരിച്ച് മിണ്ടാതിരിക്കും, ആൾ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അതൊക്കെ ഒത്തിരി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ സംസാരിക്കണം, അതൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ഇതുവരെയും കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു. എന്റെ പിതാവ് 2 വർഷത്തിന് മുന്നേ ഞാൻ ബീഹാറിലേക്ക് കൊണ്ടുവന്നു. പിതാവ് 2 വർഷത്തിന് മുന്നേ അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്റെ മാതാവ് എന്റെ കൂടെയുണ്ട്. ആളും സന്തോഷമായിട്ടിരിക്കുന്നു. എന്നോടൊപ്പം ഉണ്ട്. എന്റെ സഹോദരിയും കുടുംബവും നിലമ്പൂര് കർത്താവിന്റെ വേലയില് ഫീൽഡിൽ അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓർത്ത്, ബീഹാറിനെ ഓർത്ത്, അതുപോലെ ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ സമയം കഴിഞ്ഞു. പ്രിയ എനിക്ക് സമയം തന്ന ഈ ജോയ്സ് ടിവിയിലുള്ള എല്ലാവരോടും അതുപോലെ പ്രിയ സിസ്റ്ററോടും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഓക്കെ ദേവദാസി, ഇപ്പോഴെത്രത്തോളം വിശ്വാസികളുണ്ട് ആ ചർച്ചില്? ഞങ്ങളുടെ ചർച്ചിൽ ഒരു 100-200ഓളം ആളുകളുണ്ട്. ഈ കൊറോണ സമയത്ത് കുറച്ച് ആളുകൾ പിന്മാറിപ്പോയി. അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന ചർച്ചെല്ലാം ചർച്ച് അടച്ചു പൂട്ടി എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയില് ഒരാൾ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ
ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ആരാധനയ്ക്ക് വരാഞ്ഞെന്ന് വെച്ചപ്പോ ഞങ്ങളുടെ അവിടെയൊക്കെ പറഞ്ഞ ചർച്ച് അടച്ചു പൂട്ടി എന്നാണ് അറിഞ്ഞത് എന്ന് പറയുവാനിടയായി. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾക്ക് 3-4 ബ്രാഞ്ച് ചർച്ച് ദൈവം തന്നു. ആ ചർച്ചും അനുഗ്രഹമായിട്ട് നടക്കുന്നു. അവിടെയും 60 പേര് 50 പേരൊക്കെ കൂടി വരുന്നുണ്ട്. 2-3 ബ്രാഞ്ച് ചർച്ചായി. നമുക്കും നല്ലൊരു കൂട്ടായ്മ ദൈവം തന്നു. ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് കർത്താവ്, അതും നമ്മുടെ അവിടെ ചർച്ചയിൽ വരുന്ന എല്ലാ ഹിന്ദുക്കളാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു മലയാളി, ഞങ്ങളുടെ മഹാനാറിൽ ഒരു മലയാളി പോലും ഇല്ല. ഒരു മലയാളി ചർച്ച ഇല്ല. കത്തോലിക്കരുടെ ഇല്ല, നമ്മുടെ ഇല്ല. നമ്മളാണ് ഇവിടെ മഹാനാറിൽ ചർച്ച നടത്തുന്നു. എല്ലാം ഇവിടെ ആരാധനയ്ക്ക് വരുന്ന ഹിന്ദുക്കളാണ്. മലയാളികളായിട്ട് ആരുമില്ല. ആമേൻ. സ്തോത്രം സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്നിടുന്ന സകലത്തെയും ഉളവാക്കുന്ന ദൈവം ആണല്ലോ നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സുവിശേഷത്തിൻ്റെ ഊഷര മരുഭൂമി, സുവിശേഷത്തിൻ്റെ ശ്മശാന ഭൂമിയിൽ ദൈവത്തിന് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന കർത്താവാണല്ലോ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആത്മീയമായ ഉണങ്ങിയ ഒരവസ്ഥയിൽ കർത്താവ് ഇത്രത്തോളം ബീഹാറിൻ്റെ പ്രദേശത്ത് നിങ്ങളെയും കൊണ്ട് ആ ഒരു ഗ്രാമത്തിൽ ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. പ്രത്യേകിച്ച് സുവിശേഷ വേല എന്താണെന്ന് ഒന്നും അറിയാത്ത കർത്താവിൻ്റെ ദാസിയെ ദൈവം തിരഞ്ഞെടുത്ത് പണിഞ്ഞ് കർത്താവ് കൊണ്ടുവന്ന് കർത്താവ് ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. 4-5 കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞിനെ നോക്കാൻ തന്നെ വലിയ ഭാരമാണ്. അപ്പോൾ 4-5 കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവ് ദേവദാസിയെ ബലപ്പെടുത്തുന്നല്ലോ. കർത്താവിൻ്റെ വേല പല രീതിയിലാണല്ലോ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ താലന്താണ് കർത്താവ് കൊടുത്തിരിക്കുന്ന. ദൈവദാസിയെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. ആ ദേശത്ത് ഇനിയും കർത്താവ് നിങ്ങളെ നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവദാസി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഹല്ലേലൂയ. സമയത്തിനായി സ്തോത്രപ്പ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഈ കർത്താവേ, ഹല്ലേലൂയ TV ചാനലിൽ കർത്താവേ അടിയനും സാക്ഷ്യം അറിയിപ്പാൻ സഹായിച്ചനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ജോയ്സി TVയിൽ കർത്താവേ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ TVയിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അപ്പ അങ്ങ് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുത്തിട്ടെ അപ്പ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ഈ സമയം അടിയന് സാക്ഷ്യം പറയുവാൻ അപ്പ അങ്ങ് സഹായിക്കാൻ അങ്ങേക്ക് നന്ദി പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം കർത്താവെ ഉളവാക്കട്ടെ. കർത്താവെ കേൾക്കുന്നവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ അപ്പ അവിടുന്ന് സഹായിക്കണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കുടുംബത്തെയും സിസ്റ്ററേയും കുടുംബത്തെയും എല്ലാ ടീമിനെയും കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കും. അപ്പൊ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.